നമസ്തേ. ഒരു ഭരണാധികാരിയുടെ വികലചിന്തകൾ എങ്ങനെ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നു, എങ്ങനെ ഒരു രാജ്യത്തെ ദുർബലമാക്കുന്നു, അവരുടെ ഭാഗധേയം വികലമാക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് മാലദ്വീപിലെ മുഹമ്മദ് മുയിസു. അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വിരോധം, അദ്ദേഹത്തിന് പണ്ടേ ഉള്ളതാണ് ഇന്ത്യ വിരോധം അദ്ദേഹം പ്രകടിപ്പിച്ചു, നന്നായി പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സൈനികർ കുറച്ച് പേരുണ്ടായിരുന്നു, 100-ൽ താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെയൊക്കെ അവിടുന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞ് പിൻവലിച്ചു. പിന്നെ ഞങ്ങൾ ചെറിയ രാജ്യമാണെങ്കിലും ഞങ്ങളങ്ങനെ മോശക്കാരൊന്നുമല്ല, ആർക്കും വഴങ്ങി ജീവിക്കത്തില്ല എന്നൊക്കെ വലിയ വാചകം അടിച്ചു. എന്നിട്ട് ചൈനയിൽ പോയി, അവിടെ പോയി അവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പാകിസ്ഥാനെയും ശ്രീലങ്കയെയും ഒക്കെ നോക്കി പഠിക്കേണ്ടതായിരുന്നു മുഹമ്മദ് മുയിസ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അതിന് പകരം അവിടെ പോയി കുറേ കടമൊക്കെ ചോദിച്ചു, കിട്ടിയില്ലെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് $401 ദശലക്ഷം കടം തിരിച്ചു കൊടുക്കാനുണ്ട് ഈ മാലദ്വീപ്. അതിപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇപ്പോൾ സ്വരം മാറ്റി പറയുകയാണ് മുയിസ്. സ്വരം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എക്കാലത്തെയും നല്ല സുഹൃത്താണ് എന്നാണ് ഇപ്പം പറയുന്നത്. അതായത് ഒരു കടം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പം സുഹൃത്തായി. അതുവരെ ഇന്ത്യക്കാർ വലിയ അവരെ മേധാവിത്വ മനോഭാവത്തോടു കൂടി ഭരിക്കുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു ഇതുവരെയുള്ള മനോഭാവം. പക്ഷേ ഈ പൈസയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അത് മാറ്റി. ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ അഭിമാനത്തോടു കൂടി നിൽക്കൂ. അതാണ് എനിക്ക് ഇയാളോട് പറയാനുള്ളത്. അഭിമാനത്തോടു കൂടി നിൽക്കൂ. നിങ്ങൾ ഇന്ത്യൻ ആധിപത്യത്തിന് കീഴടങ്ങിയൊന്നും വേണ്ട. നിങ്ങൾ ചൈനയുടെ കയ്യിൽ നിന്ന് കുറേ പണം വാങ്ങി ഈ $401 ദശലക്ഷം ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കുക. അപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആത്മാഭിമാനം അല്ലെങ്കിൽ ജ്വലിപ്പിച്ചിങ്ങനെ നിൽക്കാം. അതുപോലെ അവിടുത്തെ ഇന്ത്യക്കെതിരെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വലിയ വരുമാനം, അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയെന്ന് പറയുന്ന ഒരു വരുമാനം അവർക്ക് നിന്നുപോയി, ടൂറിസം വ്യവസായം. ഇന്ത്യക്കാരാണ് അങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് ചെല്ലുന്നവരിൽ ഭൂരിപക്ഷവും. അവർ ഇന്ത്യക്കാർ അങ്ങോട്ടുള്ള പോക്ക് നിർത്തി. അതിന് പകരം ഇപ്പോൾ എല്ലാവരും ഇതാണ് അറേബ്യൻ കടലിലുള്ള നമ്മുടെ ലക്ഷദ്വീപിലേക്കാണ് എല്ലാവരും പോകുന്നത്. അതുകൂടി ആ വ്യവസായവും പൊട്ടി. ജനങ്ങൾ മുഴുവൻ ഇയാൾക്ക് എതിരായി തുടങ്ങി. അപ്പോഴും വർഗീയ ചിന്ത വിട്ടിട്ടില്ല. വർഗീയ ചിന്ത മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അല്ലാതെ ഭാരതം അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതായിട്ട് ഇതുവരെ ആരോപിക്കപ്പെട്ട് കണ്ടില്ല. ഭാരതത്തിൻ്റെ നടപടികൾ അവരെ ദ്രോഹിക്കുന്നതായി ആണ് എന്നൊരു ആരോപണം ഇതുവരെ അവർ പോലും മുയിസ് പോലും ഉന്നയിച്ചായിട്ട് പത്രങ്ങളിലൊന്നും കണ്ടില്ല. അല്ല, ഈ ഉള്ളിലുള്ള തീക്ഷ്ണമായിട്ടുള്ള വർഗീയ ചിന്തയാണ് അയാളെ ഇതിനൊക്കെ ഇമാതിരി ഭാരതവുമായിട്ട് പിണങ്ങി മാറി നിൽക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഓർക്കണമായിരുന്നു, അന്ന് ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കുറേ തമിഴൻ യോദ്ധാക്കളുടെയും അതുപോലെ തന്നെ മാലദ്വീപിലുള്ള കുറേ കുലംകുത്തികളുടെയും കയ്യിലിരുന്നേനെ മാലദ്വീപ് എന്ന് പറഞ്ഞ രാജ്യം. അങ്ങനെ തമിഴ് ജനതയ്ക്ക് ഒരു രാജ്യമായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നും ഇങ്ങനെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ടായപ്പോൾ, അതായത് തമിഴ് പോരാളികളും അതുപോലെ തന്നെ അവിടുത്തെ വിമതന്മാരും കൂടെ ചേർന്ന് അധികാരം പിടിച്ചെടുത്തപ്പോൾ അത് പ്രസിഡൻറ്റിനെയും മറ്റും അവർ തടങ്കലിലാക്കിയും പാർലമെൻറ്റ് അതങ്ങനെ ഏതാണ്ട് കുറേ സംഭവങ്ങൾ നടന്നു. അതായത് അധികാരം ശരിക്ക് ഇഫക്റ്റീവായിട്ട് അവരുടെ കയ്യിലായി. അപ്പം രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയെയാണ് വിളിച്ചത്. ഇന്ത്യയുടെ നാവികസേനയും വ്യോമസേനയും ചെന്ന് ഈ അക്രമികളെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റി അവരെ തോൽപ്പിച്ച് ഭരണം വീണ്ടും പിടിച്ചെടുത്ത് ഈ മാലദ്വീപിൻ്റെ ഔദ്യോഗിക ഭരണാധികാരികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ഓർമ്മയെങ്കിലും ഈ മുഹമ്മദ് മുയിസിന് വേണമായിരുന്നു.
ഒരിക്കലും ഇന്ത്യയുമായിട്ട് പിണങ്ങാൻ പാടില്ല മാലദ്വീപുകാർ. നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ അതിനൊരു സ്മരണ നമ്മളുള്ളിടത്തോളം നിലനിർത്തണ്ടേ. ഇത് ചെയ്യാത്ത ഒരാളാണ് ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്നത്. ഇപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വീണ്ടും സൗഹൃദം ഭാവിക്കുകയാണ്. ഇയാളെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വിശ്വസിക്കാൻ പാടില്ല ഈ വർഗീയ കോമരങ്ങളെ, ഒരിക്കലും വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.